ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഈ ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എവിടെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവിടെ കൃത്യമായി പരിശോധിക്കുക. അദ്ദേഹം പറയുന്നത് വരെ എത്രത്തോളം ആഴത്തിൽ കുഴിയെടുക്കണോ ആ ആഴത്തിൽ കുഴിയെടുത്തുള്ള പരിശോധന, അതാണ് നമ്മൾ കണ്ടത്. ധർമ്മസ്ഥലയിലെ ദുരൂഹ നീങ്ങുന്നു. മണ്ണ് നീക്കി പരിശോധനയിൽ അസ്ഥികൂടവും തലയോട്ടിയും കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയ്ക്കയക്കും. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. കേരളത്തിൽ വീണ്ടും ഖർവാപ്പസി. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത കുടുംബങ്ങളെ തിരികെ എത്തിച്ച് ഹൈന്ദവ സംഘടനകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി ഹൈക്കോടതിയിലേക്ക്. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി UDF MP മാർ. സുരേഷ് കുറുപ്പിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത് മോൻസ് ജോസഫ്. ഏതു മണ്ഡലത്തിൽ മത്സരിക്കാനും യോഗ്യൻ. മോൻസിന്റെ ക്ഷണം. കുറുപ്പിനെ ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുമ്പോൾ ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. രാഷ്ട്രീയ മാറ്റത്തിൽ നിന്ന് സുരേഷ് കുറുപ്പ്. മന്ത്രി AK ശശീന്ദ്രന്റെ എലത്തൂർ സീറ്റ് NCP-യിൽ നിന്ന് ഏറ്റെടുക്കാൻ CPM നീക്കം. അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തെ പോരാട്ടം ശ്വേതാ മേനോനും ദേവനും തമ്മിൽ. മത്സരത്തിൽ നിന്ന് നടൻ ബാബുരാജ് പിന്മാറി. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. സ്കൂളുകളുടെ വേനലവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാലോ? ചർച്ചയാകാമെന്ന് V ശിവൻകുട്ടി. മഴക്കാലത്ത് ക്ലാസ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള നിർദ്ദേശമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി മന്ത്രി. മലേഗാവ് സ്ഫോടന കേസിൽ പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അടക്കം എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് NIA കോടതി. കാവി ഭീകരതയെന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞുവെന്ന് പ്രജ്ഞാ സിംഗ്. വിധി 17 വർഷങ്ങൾക്കു ശേഷം. മറ്റു വാർത്തയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം. ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുന്നു. കൂട്ടക്കൊല നടന്ന ധർമ്മസ്ഥലയിൽ നിന്ന് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി. പോയിന്റ് 6-ൽ നിന്നാണ് അസ്ഥികൂടവും സമീപത്ത് നിന്ന് തലയോട്ടിയുടെ ഭാഗങ്ങളും കണ്ടെടുത്തത്. ശുചീകരണ തൊഴിലാളി സ്പോട്ട് ചെയ്ത് നൽകിയ സ്ഥലത്തു നിന്നാണ് നിർണായക തെളിവുകൾ കിട്ടിയത്. 13 ഇടങ്ങളാണ് അന്വേഷണ സംഘം മാർക്ക് ചെയ്ത് കുഴിച്ചു പരിശോധിക്കുന്നത്. നേത്രാവതി പുഴയോട് ചേർന്ന വനഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് തലയോട്ടിയുടെ ഭാഗവും അസ്ഥികൂടവും ലഭിച്ചത്. രാവിലെ നടത്തിയ തെരച്ചിലിൽ സ്ത്രീയുടെ വസ്ത്രവും ബാഗും കണ്ടെത്തിയിരുന്നു. തീരത്ത് ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ശുചീകരണ തൊഴിലാളിയും കൊണ്ട് SIT സംഘം എത്തിയത്. ആദ്യം പരിശോധന നടത്തിയ 6-ൽ തന്നെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അത് ബലപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏറ്റവും പ്രധാനമായ ഒരു ദിവസം. ഈ 3-ാം ദിനം അത് ഈ SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 2 അടി കുഴിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടം ലഭിച്ചു. അത് തലയില്ലാത്ത ഒരു ഭാഗം, അതായത് അത്തരത്തിലുള്ള അസ്ഥികൂടമാണ് ലഭിച്ചതെങ്കിൽ പിന്നീട് വീണ്ടും അവിടെ നടത്തിയ തെരച്ചിലിൽ തലയോട്ടിയും ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാലും ഫോറൻസിക് സംഘം എത്തി ഈ പരിശോധന നടത്തി. ഇനി വിശദമായ പരിശോധനയിൽ ഇത് എത്ര പഴക്കമുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഏതായാലും ഒരു പുരുഷൻ്റേതാണ് ഇതെന്ന ഒരു നിഗമനത്തിലേക്കാണ് SIT സംഘം എത്തിയത്. ഇപ്പോൾ ഇന്ന് 7-ൽ കൂടി ഇത്തരത്തിൽ പരിശോധന നടത്തി. ഇനി ഏറ്റവും നിർണായകമാകുക നാളത്തെ പരിശോധനയാണ്. എനിക്ക് പിറകിൽ കാണുന്ന സ്ഥലം അത് 8 മുതൽ 11 വരെ റോഡിനോട് ചേർന്ന് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ JCB പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചും അവിടെ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പ്രധാനം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ, അതായത് 1-ലധികം ആളുകളെ അവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ നാളത്തെ പരിശോധനയിൽ ലഭിച്ചേക്കാം. അതുതന്നെയാണ് SIT സംഘവും വിപുലമായ രീതിയിലുള്ള തെരച്ചിലിന് ഇപ്പോൾ ഇനി മുന്നോട്ട് പോവുക. 13 ഇടങ്ങളിൽ
ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 13 ഇടങ്ങളിലും പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും കൂടുതൽ ഇടങ്ങളിലേക്കുള്ള പരിശോധന. എന്തായാലും ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൽ സത്യമുണ്ടെന്ന കാര്യം പുറത്തു വന്നിരിക്കുന്നു. അതോടുകൂടി ഗൗരവമായ ഒരു അന്വേഷണം നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ വിപുലമായ അന്വേഷണം നടത്താൻ SIT തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മംഗളൂരുവിൽ ഇത്തരത്തിലൊരു കേന്ദ്രം തുറന്നിരിക്കുന്നു. അതായത് ഹെൽപ്പ് ലൈൻ എന്നാണ് അവിടെ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പരാതി നൽകാൻ തയ്യാറായി വരുന്നവർക്ക് പരാതി നൽകാനുള്ളൊരു ഇടം, അത് രഹസ്യ സ്വഭാവത്തിലുള്ളതായിരിക്കും. ഏതെങ്കിലും തരത്തിൽ പുറത്ത് അറിയാത്ത രീതിയിൽ പരാതി സ്വീകരിക്കുന്ന ഒരു സ്ഥലമാക്കി മംഗളൂരുവിൽ ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ പരാതിയുമായി ഇനി രംഗത്ത് വരുമെന്ന് തന്നെയാണ് SIT സംഘവും തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം DGP ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. ഈ പോയിന്റ് 6 DGP ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നത്. അതേ സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കൂടുതൽ തെളിവുകൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ കുഴിച്ചെടുക്കുമ്പോൾ വരുന്നു എന്നാണ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വലിയ കാര്യം. എന്തായാലും ശുചീകരണ തൊഴിലാളിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. 6:30 വരെ നീണ്ടു നിൽക്കുന്ന പരിശോധന, 3-ാം ദിന പരിശോധന. 3-ാം ദിനത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു. പുഴയുടെ മറുകരയിൽ ഇരുന്നാണ് ഈ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി അത് പുറത്തു വിട്ടത്. അത്തരത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ വനത്തിനകത്ത് പരിശോധന നടക്കുന്നതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നേത്രാവതി പാലമാണിത്. ഇവിടെ നിന്നും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം. ഒപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയുടെ മറുകരയിൽ നിന്നും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാം. അതായത് നേത്രാവതി പുഴയുടെ തീരത്തും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇന്ന് ഈ പരിശോധന നടത്തിയത്. 6-ലും 7-ലും 2 ഇടത്ത് ഇന്ന് പരിശോധന നടത്തി. ഇതോടുകൂടി ഇപ്പോൾ ആകെ 7 ഇടങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്തി. അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കൃത്യമായി ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്തു നിന്ന് തന്നെ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയുള്ള അന്വേഷണം വളരെ ഗൗരവമായി മുന്നോട്ട് പോകും. എന്തായാലും SIT അന്വേഷണം വിപുലീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പുരോഗമിക്കുകയാണ്. KV ബൈജു ആണ് അവിടെ ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കൂട്ടക്കൊല നടന്ന ധർമ്മസ്ഥലയിൽ നിന്ന് മനുഷ്യ അസ്ഥികൂടം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തലയോട്ടി ഭാഗങ്ങളും കണ്ടെത്തുകയായിരുന്നു. നിർണായക തെളിവുകളും ലഭിച്ചു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ വസ്ത്രം അടക്കം ലഭിച്ച ഒരു പശ്ചാത്തലം, ATM കാർഡ് കിട്ടിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റു വാർത്ത അവിടെ നിന്ന് വരുന്നത് ധർമ്മസ്ഥലയിൽ ക്രൂരമായി മർദ്ദനമേറ്റതായി കോഴിക്കോട് സ്വദേശിയുടെ വെളിപ്പെടുത്തൽ. ജോലി ആവശ്യത്തിനായി ധർമ്മസ്ഥലയിലെത്തി മടങ്ങും വഴിയായിരുന്നു ആക്രമണം. ബസ് സ്റ്റാൻഡിൽ വെച്ച് മലയാളി യുവതിയുമായി പരിചയപ്പെടുകയും ഇരുവരും ഒരേ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. യാത്ര പുറപ്പെട്ട ശേഷം അടുത്ത സ്റ്റോപ്പിൽ വെച്ച് ഒരു സംഘം ബസ് തടഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചതായും തൻ്റെയും യുവതിയുടെയും ഫോണുകളടക്കം പരിശോധിച്ചുവെന്നും യുവാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇവർ എത്ര പേരുണ്ടായിരുന്നു ഈ ആൾക്കാർ? 10-20 പേര് കൂടുതലുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞിട്ടാണ് മർദ്ദിച്ചത്? അല്ലെ എന്താണ് ബസ്സിൽ സംഭവിച്ചത്? എന്താണ് ചോദിച്ചത്? എൻ്റെ പേര്, ഞാൻ മുസ്ലിമാണ്, അവൾ ഹിന്ദുവാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആ കുട്ടിയെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെച്ചാണോ പരിചയപ്പെട്ടത്? മലയാളികളായതുകൊണ്ട് സംസാരിച്ചു. ഞാനും മലയാളി, അവളും മലയാളി. അവളെന്ത് വർക്കിൻ്റെ കാര്യമായിട്ട് ബംഗളൂരു പോയിരുന്നു. കുറേ നേരം സംസാരിച്ചിരുന്നോ? 10 ബസ്സിൽ കയറി. ബസ് അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ വേറെ ആൾക്കാർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ, പോയിൻ്റെ പ്രദേശത്തെത്തിയപ്പോൾ ബസ് തടയുക ചെയ്തു. ധർമ്മസ്ഥല കണ്ട ആൾക്കാർ തന്നെയായിരുന്നു അവിടെ നിന്ന് നമ്മളെ പിടിച്ചിറക്കി. എന്നെ ബസ്സിൽ ഇറക്കിയിട്ട് അവളാ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ടായിരുന്നോ? ആ കുട്ടിയോട് വല്ലതും പറയുന്നുണ്ടായിരുന്നോ? പിന്നെ എന്നെ അവിടെ ഇറക്കി. പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും ബസ്സിലുണ്ടായിരുന്നപ്പോൾ നിങ്ങളെ പിടിച്ചിറക്കാൻ നേരത്ത് ആ കുട്ടിയോട് ഇവിടെ പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ അവൾക്കും അവളെ അച്ഛനൊക്കെ ഇവിടെ കണ്ണൂരുള്ളതാണ്. ഫോൺ എടുത്തിട്ട് എൻ്റെ നമ്പർ അതിലുണ്ടോന്ന് അടിച്ചു നോക്കി. അവളെ നമ്പർ എൻ്റെ ഉണ്ടോ അടിച്ചു നോക്കി. അല്ലാണ്ട് വേറൊന്നും ചെയ്തില്ല. എന്നെ അവിടെ ഇറക്കി. എന്നിട്ട് ഈ കുട്ടി പിന്നെ ആരാന്ന് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? എന്താ? ഞാനും ചേട്ടനും കൂടെ ആ കുട്ടി പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴും അവിടുത്തെ മാനേജർ പറഞ്ഞത് ആ സ്ഥലം അങ്ങനെയാണ്, അവിടെ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന എന്താ വെച്ചാൽ തിരിച്ചു കൊടുക്കലേ നടക്കൂ. നമ്മളിവിടെ നാട്ടിൽ കേസ് കൊടുത്തായിരുന്നു. കാരണം എൻ്റെ ഫോണ്, പൈസ, ബാഗെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. കേസ് കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. പോലീസ് എന്താ പറഞ്ഞു? എവിടെ, ഏത് സ്റ്റേഷനിലാണ് കൊടുത്തത്? താമരശ്ശേരി സ്റ്റേഷനിലാണ്. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ് അത് അവിടെ നടന്ന സംഭവമല്ലേ, അവിടെ പോയി കേസ് കൊടുക്കണം. ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടോ കാര്യത്തിന്? എന്താ ഇനിയിപ്പം എന്താ നടക്കുന്നതെന്ന് ഞാൻ ന്യൂസൊക്കെ കാണലുണ്ട്. അന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. നിങ്ങൾ എങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഓടി രക്ഷപ്പെട്ടെ? ഈ ജീവൻ പോകുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നോ? അവിടെ ഉണ്ടായിരുന്ന കടയെ കടപ്പിച്ച് വേറെ ആളെ സംസാരിച്ച് ഒരു വലിയ മാരകായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്.
അവരെന്നെ പുറകെ ഓടിച്ചായിരുന്നു കുറേ. ഇപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഇടകലർന്നിരുന്നത് കൊണ്ടും അതിനോട് സംസാരിച്ചുകൊണ്ടൊക്കെയാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്താ സംഭവം. കാരണം നമ്മളിപ്പോൾ എവിടെയും പോകുമ്പോൾ പരിചയമുള്ള മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കില്ല. ഇപ്പോൾ ഈ ധർമ്മസ്ഥലയെ പറ്റി ഒരുപാട് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് ദുരൂഹത ആ സ്ഥലത്തിനുണ്ട്? ഇപ്പം ന്യൂസ് കണ്ടു തുടങ്ങിയപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഈ ആ കുട്ടിയുടെ കാര്യം എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? എനിക്ക് പിന്നെ അറിയത്തില്ല. നമ്മൾ അപ്പോൾ കണ്ടല്ലോ 5 മിനിറ്റ് പരിചയമുള്ളൂ. ആ പരിചയമാണ് അവരെ ചടിപ്പിച്ചത്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന അവർ നോക്കി നിൽക്കുമായിരുന്നു അല്ലേ? അല്ല, അവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവിടെ ആരെങ്കിലും? നിങ്ങൾ ധർമ്മസ്ഥലയിലെ ഈ ബസ്സിൽ വന്ന ആളുകൾ തന്നെയാണോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്? ബസ്സിലുള്ള ആൾക്കാരല്ല, പുറത്തുനിന്ന് ആൾക്കാർ ബസ് നിർത്തിച്ചിറക്കുക ചെയ്തത്. ഇവർക്ക് ഏതെങ്കിലും നേതാക്കന്മാരോ അങ്ങനെ എന്ത് വല്ലതും ഉണ്ടായിരുന്നോ? വല്ലവരും ഒരു കൂട്ടമായിട്ടാണ്? കുറെ മർദ്ദിച്ചതിന് ശേഷം അവർ ഫോൺ വിളിച്ച് വരുത്തി മലയാളം അറിയാവുന്ന ഒരാൾ വന്ന് എന്നിട്ടാണ് എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ വന്നത്, എന്താ എന്തോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്കിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. ഫുള്ള് പറഞ്ഞു എനിക്ക് എൻ്റെ ഫോണും തരുമോ, വീട്ടിലോട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഫോണൊന്നും കയ്യിൽ തന്നില്ലായിരുന്നു. ഫോണും ബാഗും ആദ്യം അവർ മേടിച്ചു വെച്ചു. അയാൾ എങ്ങനെയായിരുന്നു? അയാളൊരു വെള്ളയും കൂട്ട ഒരാളായിരുന്നു. നല്ല താടിയും കൊണ്ട് കുറിയൊക്കെ ഉള്ള ഒരാളാണ്, കയ്യിലൊക്കെ കെട്ടിട്ടുള്ള വണ്ടി. ഒരു ബൊലോറോ വണ്ടിയിലായിരുന്നു, ഒരു വൈറ്റ് ബൊലോറോ. അപ്പോൾ നിങ്ങൾ പിന്നെ അവിടെ പോയി പരാതി ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലേ? അവിടെ പോയിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോകണ്ടെന്നായിരുന്നു. അത് കിട്ടി അല്ലേ? അതുകൊണ്ട് എന്നിട്ട് ശരിക്കും മർദ്ദനം ഏറ്റിരുന്നു? എങ്ങനെയാ ശാരീരികാവസ്ഥ എങ്ങനെയായിരുന്നു? ഏറ്റായിരുന്നു. ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. തലയാണ് ഇവിടെ മുറിവൊക്കെ ഉണ്ടായിരുന്നു. കടിച്ചിട്ട് തലക്കടിച്ചു. ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഇന്നത്തെ വിവരങ്ങൾ അതൊക്കെയാണ്. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് 18 നിന്ന് പുറത്തുവിട്ടത് അത് കേരളത്തിൽ വീണ്ടും ഘർ വാപ്പസി എന്നുള്ളതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ചെങ്ങന്നൂരിൽ ക്രൈസ്തവ കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കുകയാണ്. ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ചെങ്ങന്നൂരിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. അച്ഛനമ്മമാരും 2 മക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മതത്തിലേക്ക് മാറിയവരാണ്. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഘർ വാപ്പസി വ്യാപകമാണെങ്കിലും കേരളത്തിൽ അത്ര സജീവമായിരുന്നില്ല. ഛത്തീസ്ഗഡിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈന്ദവ സംഘടനകളുടെ നീക്കമെന്നാണ് സൂചന. ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ മതപരിവർത്തന പൂജകൾ ഔദ്യോഗികമായി നടക്കുന്നുണ്ടെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സനാതനധർമ്മം വിട്ടുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സനാതനധർമ്മത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സർവ്വവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തിലൊരു ഉദ്ദേശം തന്നെയാണ്. ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് തെറ്റല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവും പറഞ്ഞു. ഒരു മൂലധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നവര്, മൂലമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ അവരെ പല കാരണങ്ങളെ കൊണ്ട് മതം മാറ്റി കൊണ്ടുപോയി. അവരെ പ്രലോഭിപ്പിച്ചാവാം, അല്ലെങ്കിൽ കാശ് കൊടുത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാവാം. അവരെ മതം മാറ്റി കൊണ്ടുപോയി. അവർ തിരികെ മൂലധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. 2014 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഘർ വാപ്പസി എന്ന നിലയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് അത് കോൺഗ്രസ് അടക്കം പാർലമെന്റിൽ ഉന്നയിക്കുകയും നിർബന്ധിത മതപരിവർത്തനമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഘർ വാപ്പസി തുടരുമെന്നാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനിടെ UDF MPമാർ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം വിഷയമുന്നയിച്ചുവെങ്കിലും ചർച്ചയ്ക്കെടുത്തില്ല. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന BJPയുടെ ആരോപണത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. അതേസമയം അനുനയ നീക്കവുമായി BJP നേതാക്കൾ സഭാ ആസ്ഥാനത്തെത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് TTE ആണെന്ന വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. ജാമ്യാപേക്ഷ നൽകിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും അതുകൊണ്ടാണ് തള്ളിയതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. എൻ്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അതിന്റെ അകത്ത്
കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനാണോ? പേടിക്കണ്ട, കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലല്ല, അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല, തിരിച്ചും ചോദിക്കാം. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല. മന്ത്രി ജോർജ് കുര്യന്റെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഇതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി. ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. മോദി സർക്കാരിന് തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും അങ്ങനെ ചെയ്താൽ അണികളെ നഷ്ടപ്പെടുമോ എന്ന ഭീതിയാണെന്നും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിമർശിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും രാജ്യം വിട്ടുപോയോ എന്ന് സംശയമുണ്ടെന്നും ശിവൻകുട്ടി വിമർശിച്ചു. തൃശൂർ മത്സരിക്കുമ്പോൾ നടത്തിയ പേക്കൂത്ത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം പള്ളികൾ കയറിയിറങ്ങുന്ന സാഹചര്യമാണെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പർ ഇതുവരെ മിണ്ടിയിട്ടില്ല. രാജ്യം വിട്ടുപോയോ എന്ന് തന്നെ സംശയമുണ്ട്. മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം മിണ്ടിയിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് അവരെല്ലാം ഈ ദേവാലയത്തിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ തന്നെ കയറുന്നത്. തൃശ്ശൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള പേക്കൂത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ്. കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ BJPയും RSSും ഭിന്നതയുടെ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. കന്യാസ്ത്രീകൾക്കെതിരായ നടപടി തടയാൻ കേരളത്തിലെ BJP നേതാക്കൾ പ്രധാനമന്ത്രിയോട് പറയണം. കേരളത്തിലെ ജനങ്ങൾ BJPയുടെ രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള പക്വത കാണിക്കുന്നുവെന്നും D. രാജ പറഞ്ഞു. Attacking the minorities, Muslims, Christians and others. That's what we see in Chhattisgarh. This is highly condemnable. Our party condemns. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടൻ അനൂപ് ചന്ദ്രനെതിരെ ഹൻസിബ പരാതി നൽകി. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം മത്സര ചിത്രം മാറിമറിഞ്ഞു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും നടൻ ബാബുരാജും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും നവ്യ നായരും പിന്മാറി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലായി മത്സരം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ, നാസർ ലത്തീഫ് എന്നിങ്ങനെയാണ് മത്സരം. ജോയിന്റ് സെക്രട്ടറിയായി ഹൻസിബ ഹസനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു, ആശ അരവിന്ദ്, അഞ്ജലി നായർ, കൈലാഷ്, വിനു മോഹൻ, ജോയി മാത്യു, സിജോയ് വർഗീസ്, റോണി ഡേവിഡ് രാജ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, നന്ദു പൊതുവാൾ എന്നിവരാണ് മത്സര രംഗത്തുള്ളവർ. അതിനിടെ മാധ്യമങ്ങളിലൂടെ മോശം പ്രസ്താവന നടത്തിയെന്ന ആരോപണത്തിൽ നടൻ അനൂപ് ചന്ദ്രനെതിരെ നടി ഹൻസിബ മുഖ്യമന്ത്രിക്കും ഇൻഫോ പാർക്ക് പോലീസിനും പരാതി നൽകി. എന്നാൽ ഹൻസിബയെ അപമാനിച്ചിട്ടില്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. അതൊന്നുമില്ല, ഇതൊക്കെ ഇലക്ഷൻ അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ, വെറുതെ നമ്മൾ ബലം പിടിച്ചു തന്നാൽ മാത്രം മതിയോ? ഇത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു രസമൊക്കെ വേണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ കൊച്ചി ലുലു മാരിറ്റ് ഹോട്ടലിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ്. ന്യൂസ് 18 കൊച്ചി. സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന നടി മാലാ പാർവതിയുടെ പരാതിയിൽ കേസെടുത്ത് കൊച്ചി സൈബർ പോലീസ്. മനേഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലൂടെയും IT ആക്ടിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങി. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി പരാതി നൽകി. തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തു. 2021 വേടനുമായി യുവതി പരിചയത്തിലാകുന്നത്. കോഴിക്കോട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണിത്. വേടന്റെ പാട്ടുകളും മറ്റും ഇഷ്ടപ്പെട്ടതോടെ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടെന്നും തുടർന്ന് ഫോൺ നമ്പർ കൈമാറിയെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് ഒരിക്കൽ തന്നെ കാണാൻ കോഴിക്കോട്ടെ ഫ്ളാറ്റിലെത്തിയ വേടൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി.
പിന്നീട് വേടൻ പലപ്പോഴും കോഴിക്കോട് എത്തിയിരുന്നുവെന്നും തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടെ വിവാഹം കഴിക്കുന്ന കാര്യം വേടൻ സൂചിപ്പിച്ചിരുന്നു. 2023 ആയപ്പോഴേക്കും വേടൻ താനുമായി അകലാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. വേടൻ ഇത്തരത്തിൽ പെരുമാറിയതോടെ മാനസികമായി തകർന്നുപോയെന്നും വിഷാദരോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി വ്യക്തമാക്കുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് മറ്റു ചിലർക്ക് അറിയാമെന്ന് പരാതിയിലുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. വർഷങ്ങളായി താൻ വേടന് പണം കടം കൊടുത്തിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം നടത്തും. അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈന്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി ഇപ്പം അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. യുവതി പറയുന്ന പരാതിയിലെ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് അടുത്ത നീക്കം നടത്തുക. യുവതി പറയുന്ന സമയത്ത് കോഴിക്കോടും കൊച്ചിയിലും ഇരുവരും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഇതിനിടെ വേടൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. അന്വേഷണ ഏജൻസികൾ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കോടതി പറഞ്ഞു. ഗൂഢാലോചനയും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങളും തെളിയിക്കാനായില്ലെന്നും മുംബൈ NIA പ്രത്യേക കോടതി വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യ ഹിന്ദുത്വ തീവ്രവാദ ആക്രമണം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട മലേഗാവ് സ്ഫോടന കേസിൽ 17 വർഷങ്ങൾക്ക് ശേഷം വിധി. തെളിവുകളുടെ അഭാവത്തിൽ മുൻ BJP MP പ്രജ്ഞാ സിംഗ് ഠാക്കൂറും മുൻ ആർമി ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെടെ കുറ്റാരോപിതരായ മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. മുംബൈ പ്രത്യേക NIA കോടതിയാണ് കേസിലെ 7 പ്രതികളെയും വെറുതെ വിട്ടത്. വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ്, അജയ് രഹിക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമൂർ കുൽക്കർണി, രാമചന്ദ്ര കൽസാഗ്രെ എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡും NIAയും ഉൾപ്പെടെ 4 ഏജൻസികൾ കേസ് അന്വേഷിച്ചിരുന്നു. എന്നാൽ കേസ് തെളിയിക്കുന്നതിൽ ഏജൻസികൾ പരാജയപ്പെട്ടെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ ഗൂഢാലോചന നടന്നതായി തെളിവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് പ്രജ്ഞാ സിംഗിന്റെ പേരിലുള്ളതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഈ വാദവും കോടതി തള്ളിക്കളഞ്ഞു. ബൈക്കിന്റെ ചേസ് നമ്പർ മാഞ്ഞുപോയ നിലയിലായിരുന്നു. എഞ്ചിൻ നമ്പറിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് കാരണം ബൈക്ക് പ്രജ്ഞാ സിംഗിന്റേതാണെന്ന വാദം നിലനിന്നില്ല. സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ബൈക്കിലാണെന്ന വാദത്തിനും തെളിവില്ലായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതിനെതിരെയുള്ള ആരോപണങ്ങളും NIAയ്ക്ക് തെളിയിക്കാനായില്ല. സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച RDX എത്തിച്ചത് പുരോഹിതാണെന്നും സ്ഫോടക വസ്തുക്കൾ ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചെന്നുള്ള വാദങ്ങൾക്കും അടിസ്ഥാനമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2008 സെപ്റ്റംബർ 29-നാണ് നാസിക്കിലെ മലേഗാവ് മസ്ജിദിനടുത്ത് സ്ഫോടനം നടന്നത്. ഇതിൽ 6 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. 2011-ലാണ് കേസ് NIA ഏറ്റെടുക്കുന്നത്. 2018-ൽ മുംബൈ NIA പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ച കേസിൽ 323 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 40 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. സുരേഷ് കുറുപ്പിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമം നടത്തുന്നു എന്ന ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ കുറുപ്പിനെ സ്വാഗതം ചെയ്ത് മോൻസ് ജോസഫ് MLA. സുരേഷ് കുറുപ്പ് UDFിലേക്ക് വരാൻ തീരുമാനമെടുത്താൽ അത് സ്വാഗതാർഹമാണെന്നും മോൻസ് ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞു. സുരേഷ് കുറുപ്പ് ഏതു മണ്ഡലത്തിൽ മത്സരിക്കാനും യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണെന്നും രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ ആകില്ലെന്നും മോൻസ് വ്യക്തമാക്കി. അതേസമയം ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയാകില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട സുരേഷ് കുറുപ്പ് ലേഖന വിവാദത്തെക്കുറിച്ച് മൗനം പാലിച്ചു. CPMുമായി ഇടഞ്ഞു നിൽക്കുന്ന സുരേഷ് കുറുപ്പിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമം നടത്തുന്നു എന്നതായിരുന്നു ന്യൂസ് 18 വാർത്ത. ഉന്നത കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഏറ്റുമാനൂരിലെത്തി കുറുപ്പുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറുപ്പെത്തിയാൽ സ്വാഗതം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് മോൻസ് ജോസഫ് MLA രംഗത്ത് വന്നത്. കുറുപ്പ് ഏതു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ആളാണ്. കുറുപ്പ് വന്നാൽ UDFന് ഗുണം ചെയ്യും. രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാനാകില്ലെന്നും മോൻസ് വ്യക്തമാക്കി. സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം വന്ന ഒരു യു ഡി എഫിനൊരു ശക്തിയാകുന്നൊരു തോന്നലുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പൊതുസ്വീകാര്യനായ വ്യക്തിത്വമാണല്ലോ. നല്ല മതിപ്പുള്ളൊരു ജനനേതാവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. നല്ല ആളുകളൊക്കെ വരുന്നത് UDF നല്ലതാണല്ലോ. അതേസമയം മോൻസ് ജോസഫിന്റെ പ്രതികരണം പുറത്തുവന്നതിന് പിന്നാലെ ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി സുരേഷ് കുറുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ പോകില്ല, എനിക്കറിയാത്ത കാരണങ്ങളാൽ എന്നോട് ശത്രുഭാവേന പ്രവർത്തിക്കുന്നവരെയും അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറുപ്പ് നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് 18 വാർത്തയിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിലും CPM-നെ ആകെ പ്രതിസന്ധിയിലാക്കിയ VS-യുമായി ബന്ധപ്പെട്ട ലേഖന വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കുറുപ്പ് തയ്യാറായിട്ടില്ല. പാർട്ടിയിലെ നിരവധി നേതാക്കൾ കുറുപ്പിനെ പരസ്യമായി തള്ളി രംഗത്ത് വരുമ്പോഴും ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തുടർച്ചയായി NCP മത്സരിക്കുന്ന ഏലത്തൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി CPM. AK ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വവും ആലോചിക്കുന്നുണ്ട്. കുട്ടനാട് തോമസ് K. തോമസ് വീണ്ടും മത്സരിക്കുമ്പോൾ മൂന്നാമത്തെ സീറ്റിന് വേണ്ടി വിവിധ നേതാക്കൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ CPM-ന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ് എലത്തൂർ. പക്ഷേ 2011 മണ്ഡലം രൂപീകരിച്ചത് മുതൽ അവിടെ മത്സരിക്കുന്നതും വിജയിക്കുന്നതും NCP-യുടെ AK ശശീന്ദ്രനാണ്. പാർട്ടി സ്വാധീന മണ്ഡലം എന്തിനിങ്ങനെ ഘടകകക്ഷിക്ക് നൽകുന്നു എന്ന ചോദ്യം നേരത്തെ CPM-ലുണ്ട്. കഴിഞ്ഞ തവണയും മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം ജില്ലാ ഘടകം ഉയർത്തിയിരുന്നു. പക്ഷേ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ശശീന്ദ്രൻ ഒരുങ്ങുന്നതായാണ് സൂചന. അങ്ങനെയെങ്കിൽ മണ്ഡലം ഏറ്റെടുക്കുക CPM-ന് എളുപ്പമാകില്ല. ശശീന്ദ്രൻ മാറിയാലും എലത്തൂർ വിട്ടുകൊടുക്കില്ല നിലപാടുമായി ചില നേതാക്കൾ NCP-യിലുണ്ട്. PM സുരേഷ് ബാബുവിനെ പോലുള്ള നേതാക്കൾക്ക് വേണ്ടിയാണ് അവർ മണ്ഡലം ആവശ്യപ്പെടുന്നത്. എന്നാൽ ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും എലത്തൂർ NCP-ക്ക് നൽകേണ്ടെന്ന നിലപാടിലാണ് CPM. എലത്തൂരിന് പകരം കോഴിക്കോട്ട് തന്നെ കുന്നമംഗലം ലക്ഷ്യമിട്ടും നീക്കമുണ്ട്. 2016 വരെ 4 സീറ്റുകളിലാണ് NCP മത്സരിച്ചിരുന്നത്. എലത്തൂരിനും കുട്ടനാടിനും പുറമെ പാലായും കോട്ടക്കലും. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി കഴിഞ്ഞ തവണ പാലാ എടുത്തു. കോട്ടക്കലിൽ മത്സരിച്ച മമ്മൂട്ടി NCP അജിത് പവാർ വിഭാഗത്തിനൊപ്പമാണിപ്പോൾ. അതിനാൽ ആ സീറ്റ് ഇത്തവണ NCP-ക്ക് അത്ര താല്പര്യമില്ല. ഇതിനു പകരം സീറ്റ് നൽകണമെന്നാകും ആവശ്യം. അങ്കമാലി, ചാലക്കുടി മണ്ഡലം ലക്ഷ്യമിട്ട് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും രംഗത്തുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ തർക്കത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിൽ വിശദീകരണം തേടി ഹൈക്കോടതി. സർവകലാശാലയും വൈസ് ചാൻസലറും തിങ്കളാഴ്ച മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. സർവകലാശാലയിൽ പൂച്ചയും എലിയും കളിക്കുകയാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമെന്നും VC-യുടെ നടപടി റദ്ദാക്കണമെന്നുമാണ് അനിൽകുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനിടെ സംസ്ഥാനത്ത് സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കാനുള്ള നടപടികൾ രാജ്ഭവൻ ഊർജിതമാക്കി. ഇന്നലത്തെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. സർവകലാശാലകളിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഉള്ള സാധ്യതകളും രാജ്ഭവൻ തേടുന്നുണ്ട്. തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിയായ നിതിൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSCB ഓവർസിയർക്ക് സസ്പെൻഷൻ. തേവലക്കര സെക്ഷനിലെ ഓവർസിയറായ ബിജു S-നെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓവർസിയറുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സമഗ്രമായ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നുമാണ് നിർദ്ദേശം. കരുനാഗപ്പള്ളി ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് അന്വേഷണ ചുമതല. KSCB ചീഫ് എഞ്ചിനീയറാണ് നിർദ്ദേശം നൽകിയത്. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓവർസിയർക്കെതിരെ നടപടി എടുത്തത്. വിശദമായ റിപ്പോർട്ട് കിട്ടിയിട്ട് ആവശ്യമായ കൂടുതൽ നടപടികൾ സ്വീകരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അപകട സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്താനും MLA-മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മിഥുന്റെ വീട് സന്ദർശിച്ച മന്ത്രി കുടുംബത്തിന് KSCB-യുടെ 5 ലക്ഷത്തിന്റെ ചെക്കും കൈമാറി. ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നഷ്ടമായതോടെ കുട്ടികളെ പുറത്തിരുത്തി പ്രതിഷേധിപ്പിച്ച് രക്ഷകർത്താക്കൾ. എടത്തുവ കോഴിമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ AE നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. കുട്ടികൾക്ക് കോമ്പൗണ്ടിൽ തന്നെയുള്ള പുതിയ കെട്ടിടം നാളെ മുതൽ ഉപയോഗിക്കാനാകും. പുതിയ കെട്ടിടത്തിന് കൈവരി ഇല്ലാതിരുന്നതിനാൽ ഫിറ്റ്നസ് നൽകിയിരുന്നില്ല. താൽക്കാലിക കൈവരി നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അറിയിച്ചു. ഈ ലോകം
പ്രശ്നം ഉണ്ടാക്കുന്നവർ പിള്ളേരെ പറഞ്ഞു. സ്കൂളുകൾ വേനലവധിക്ക് പകരം മഴക്കാല അവധി കൊണ്ടുവരുന്നത് ചർച്ച ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള അവധിക്കാലം മാറ്റാൻ സർക്കാർ ആലോചന തുടങ്ങി. ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നത് ചർച്ച ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മഴക്കാലത്ത് ക്ലാസുകൾ മുടങ്ങുന്നത് ഇതുവഴി ഒഴിവാക്കാനാകും. പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഒന്ന്, രക്ഷകർത്താക്കളെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുട്ടികൾ മഴ നനഞ്ഞുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ച് കൊണ്ട് രക്ഷകർത്താക്കൾ വിളിക്കുന്നവരെ ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അവസാനം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നു. പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മഴക്കാലത്ത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് നീക്കം. ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വിവാദമായിരുന്നു. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഡോക്ടർ ഹാരിസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. ഇതിന്റെ ഉപകരണത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഒരു 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് ഇവിടെ കിട്ടും. ഈ 1000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഉപകരണം വാങ്ങിച്ചിട്ട് ചെയ്യാം. അത് അവര് ഈ പറഞ്ഞിരിക്കുന്ന EMS ലിത്തോ ക്ലാസിന്റെ അവരുടെ അധികാരികൾ അവർ പല പ്രാവശ്യം വന്ന് എനിക്ക് നേരിട്ട് വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തെങ്കിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രാവശ്യം അത് ഹാങ് ആയി പോയതാണ്. അവർ പിന്നെ നമ്മൾ കമ്പനി ഹൈദരാബാദിൽ നിന്ന് എഞ്ചിനീയർ വന്ന് റിപ്പയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ സിസ്റ്റത്തിന് റീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതറിയാം. ഇപ്പോൾ ഇവിടെ പല കമ്പനിക്കാരും അതിനകത്ത് 1000 രൂപ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നുണ്ട്. നമുക്ക് 1000 രൂപയ്ക്ക് അത് അദ്ദേഹത്തിന്റെ കൈവശമുള്ളതായിരിക്കും. പുള്ളിയുടെ സ്വന്തം ഉപകരണമാണ്. അത് പുള്ളിയുടെ സ്വന്തം. ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും മാറ്റമൊന്നും വന്നിട്ടില്ല. ഏതിന്റെ ആവശ്യക്കാരൻ പ്രോബ് ഇപ്പൊ കിട്ടുന്നുണ്ട്. പ്രോബ് അതിനുശേഷം പ്രോബ് നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്തിരുന്ന പ്രോബ് വിതിൻ 24 hours കിട്ടി. ബാക്കി എന്തെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ESW എന്ന് പറഞ്ഞ ഉപകരണം 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളത് ഞാനത് മെമ്മോയിൽ അദ്ദേഹത്തിന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളത് 10 വർഷവും ഏതാണ്ട് 3900-4000 രോഗികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര രോഗികൾക്ക് അപ്പോൾ ESW ഉപയോഗിക്കേണ്ടതാണ്. അതിപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആ മെഷീൻ ഇല്ല. അത് നമ്മൾ അതിൻ്റെ പുറകെ ഓടുകയാണ്. ഈ കഴിഞ്ഞ ഇപ്പോൾ HDS കമ്മിറ്റിയിൽ അത് പാസ്സാക്കിയിട്ട് തന്നെ വർഷം 1 കഴിഞ്ഞു. അത് ഇതുവരെ ആ മെഷീൻ എത്തിയിട്ടില്ല. അതിന് പലതരം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പല ഓഫീസുകൾ കിടന്ന് കറങ്ങുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഡോക്ടറെക്കാളും വളരെ ഉന്നതരായ 4 ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ആളുകളുടെ എല്ലാം അവരിൽ നിന്നെല്ലാം വിവരം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മന്ത്രിക്ക് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത്. അപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൂടി ആയിരിക്കുമല്ലോ. അതിന് ഡോക്ടർ പറയുന്നത് ശരിയല്ല എന്ന് ഈ 4 അംഗ സമിതി കണ്ടെത്തിയാണ്. അവർക്ക് ഇതിനകത്ത് താല്പര്യത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അതിന് ബാക്കി ഡോക്ടർമാരെന്താണ് അറിയിപ്പ് കൊടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു വകുപ്പ് മേധാവി എന്നുള്ള നിലയ്ക്ക് എൻ്റെ നേരെ നേരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനാണ് ഉത്തരം കാണേണ്ടത്. അത് ബാക്കിയുള്ളവർ ഉൾപ്പെടെ നമുക്ക് ഉപകരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുന്നതിനകത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്. അവരും എന്നോടാണ് ഉപകരണം ചോദിക്കുന്നത്. അപ്പോൾ ഉപകരണം നടപ്പിൽ വയ്ക്കേണ്ടതും ആ ഉപകരണം സൂക്ഷിക്കേണ്ടുന്നതും അതിന് എഴുതി കൊടുക്കേണ്ടുന്നതും അത് സമയത്തിന് കിട്ടേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വകുപ്പ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശം എനിക്കുണ്ട്. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. അതെന്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പോൾ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പോൾ നമ്മൾ മറ്റു യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല. മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എൻ്റെ കയ്യിലാണ്. എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടറെ, ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ചട്ടം ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ്
അതറിയില്ല, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അതതിനനുസരിച്ച് ചെയ്യും. ഡോക്ടർ ഹാരിസാണ് സംസാരിച്ചത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഹാരിസ് പറഞ്ഞത്. നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. സമസ്ത ലീഗ് ഭിന്നതകൾ പരിഹരിക്കാനുള്ള യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഇരുവിഭാഗവും തമ്മിലുള്ള ഭിന്നതകളുടെ പ്രധാന കാരണമായ CIC വിഷയത്തിലുള്ള ചർച്ചകൾ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് സമസ്ത നേതാക്കളുമായി ചർച്ചയ്ക്കെത്തിയത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരുമായ നേതാക്കൾ ചർച്ചയ്ക്കെത്തി. സാദിഖ് അലി തങ്ങൾ ചെയർമാനായ കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലും കീറാമുട്ടിയായി തുടർന്നു. CIC ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസി ആദിശ്ശേരിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാതെ ഒത്തുതീർപ്പുകൾക്കില്ലെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഇന്നത്തെ ചർച്ചയിലും ആവർത്തിച്ചു. വിഷയത്തിൽ ലീഗിനുള്ളിൽ ആശയവിനിമയം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ചർച്ച നടത്താമെന്ന ധാരണയിൽ യോഗം പിരിഞ്ഞു. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായി മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ നടത്തിയ വിമർശനങ്ങളടക്കം ഇരുപക്ഷവും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്ന വിഷയങ്ങളിൽ സമവായത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥയുമായി ഭിന്നത തുടർന്നാൽ ലീഗിന് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സംസ്ഥയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ ലീഗ് നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത് ചർച്ച നടത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. മുസ്ലിം ലീഗ് സമസ്ത തർക്ക വിഷയങ്ങളിൽ ഏറെക്കുറെ പരിഹാരമായ നേതാക്കൾ ലീഗുമായുള്ള തെറ്റിദ്ധാരണകളിൽ ഏറെയും പരിഹരിച്ചുവെന്നും അവശേഷിക്കുന്നവ ഉടൻ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും സമസ്ത നേതാവ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പരസ്പരം പറയാനുള്ളത് പറഞ്ഞെന്നും കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. വളരെ തൃപ്തികരമായ രീതിയിലാണ് അവിടെ എല്ലാവരും തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിൻ്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും മുഖ്യമായത് നമ്മുടെ സമ്മേളന വിജയം തന്നെയാണ്. അതിന് മുന്നോടിയായി കോഴിക്കോട് നമ്മളൊരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് വിപുലമായൊരു സമ്മേളനം വൈകാതെ തന്നെ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതിലാരെ പങ്കെടുപ്പിച്ചു ആരെ പങ്കെടുപ്പിച്ചില്ല ആ രീതിയിൽ ഇവരെല്ലാവരും അതിൻ്റെ ഭാഗവാക്കായി അതിൽ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനത്തെ ജയിക്കുന്നതാണ്. അതിനു വേണ്ടിയുമാണ് എന്തൊരു തീരുമാനം ഉണ്ടായത്. BJP നേതാവ് K. സുരേന്ദ്രന്റെ നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്ന വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനവുമായി മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതാണ് സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് മന്ത്രി ശിവൻകുട്ടി വിമർശിച്ചു. BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ട് എത്രയും വേഗം പോസ്റ്റ് പിൻവലിപ്പിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ആലപ്പുഴ നഗരത്തിൽ പട്ടാപ്പകൽ കത്തിക്കുത്ത്. കണ്ണൂർ സ്വദേശിയെയാണ് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് കുത്തി പരിക്കേൽപ്പിച്ചത്. 2 തിരുവനന്തപുരം സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ഒന്നും ചെയ്യല്ല. ജീവുണ്ടെങ്കിൽ നിന്റെ ബാക്കി ജീവൻ കൂടി എടുക്കും. ഈ ഒരു പെൺകൊച്ചിന്റെ ഇറങ്ങണ ഇതിനെ ശരണ്യ ചേരുകയാണ്. ശരണ്യ, വളരെ ഭീകരമായ ദൃശ്യങ്ങളാണ്. എന്താണ് സംഭവിച്ചത്?
രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പരസ്യമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കണ്ണൂർ സ്വദേശിയായ യുവാവിനെയാണ് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിക്കുന്നതായി നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. തിരുവനന്തപുരം സ്വദേശികളായ 2 പേരാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൗത്ത് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇവരുടെ പേര് വിവരങ്ങളും വിശദാംശങ്ങളും പോലീസ് തേടി വരികയാണ്. നമുക്ക് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായ വിവരം എന്ന് പറയുന്നത് ഈ കണ്ണൂർ സ്വദേശിയായ യുവാവ് ഈ തിരുവനന്തപുരത്ത് എത്തിയ യുവാക്കളിൽ ഒരാളുടെ സഹോദരിയോട് ഓൺലൈൻ മുഖാന്തരം മറ്റ് മെസ്സേജുകളോ എന്തോ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ പ്രണയ സംബന്ധമായ വിഷയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവര് വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇവർ ഈ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തിരുവനന്തപുരത്തിനും കണ്ണൂരിനും ഇടയ്ക്കുള്ള ഒരു ഇടമെന്നുള്ള ഇടയിലാണ് ആലപ്പുഴയിലേക്ക് ഇവർ എത്തുന്നത്. തുടർന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് സംസാരം ഉണ്ടാവുകയും ആക്രമിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി, അതായത് അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ പോലീസ് തേടുന്നതേ ഉള്ളൂ. ഈ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് ഈ ചെറുപ്പക്കാരനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആളുകൾ കൂടി നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ പരസ്യമായ ഒരു ആക്രമണം നടക്കുന്നത്. മറ്റ് ആളുകൾക്കൊന്നും തന്നെ, അതായത് പോലീസ് വന്ന് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അതായത് ഇവരുടെ അടുത്തേക്ക് നീളമേറിയ ഒരു കത്തി കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചാണ് ഈ ഉപദ്രവിച്ചത് മുഴുവൻ. അപ്പോൾ തന്നെ ആളുകൾക്ക് അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പോലീസ് എത്തിയിട്ട് മറ്റ് കണ്ണൂർ സ്വദേശിയായ യുവാവിനെ മാറ്റിയെത്തിയ ശേഷം ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ആ ഘട്ടത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഈ യുവാക്കൾ അവിടെ നിന്ന് വെല്ലുവിളിക്കുകയായിരുന്നു. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പന്തളത്ത് തട്ടുകടയിൽ 10 സംഘത്തിന്റെ ഗുണ്ടാക്രമണം. ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കടയുടമ പന്തളം സ്വദേശി ശ്രീകാന്ത് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. 10 സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവരെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്കാണ് പന്തളം മണികണ്ഠൻ ആൾത്തറയ്ക്ക് സമീപമുള്ള ശ്രീകാന്തിൻ്റെ തട്ടുകടയിൽ ഇവരെത്തിയത്. കഴിച്ച ഭക്ഷണത്തിൻ്റെ പണം ചോദിച്ചപ്പോഴായിരുന്നു ആക്രമണം. കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാന കേസിൽ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച് ADGPയുടെ റിപ്പോർട്ടിലാണ് പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നത്. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് അടിയന്തര ശ്രമം നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാമിയെ കാണാനില്ലെന്ന ഭാര്യ റംലത്തിന്റെ പരാതി ആദ്യം അന്വേഷിച്ച അന്നത്തെ ഇൻസ്പെക്ടർ PK യജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPO MB ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവിട്ടു. ആലപ്പുഴ പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കേസിൽ മുഖ്യപ്രതിയായ സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിന് സഹായം തേടി ക്രൈംബ്രാഞ്ച്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ജിയോളജിസ്റ്റുകളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് പരിശോധന നടത്താൻ അനുമതി തേടിയിരിക്കുന്നത്. നിസാമുദ്ദീൻ എന്ന 15 വയസ്സുകാരനെ കാണാതായ സംഭവത്തിന്റെ ദുരൂഹതയുടെ ചുരുളഴിക്കാനാണ് കേരള പോലീസ് ആദ്യമായി NCSSലെ ജിയോളജിസ്റ്റുകളുടെ സഹായം തേടുന്നത്. കുട്ടിയെ ഏറ്റവും ഒടുവിൽ കണ്ട പുരയിടത്തിലായിരുന്നു ഭൂമിക്കടിയിലേക്ക് 25 മീറ്റർ വരെ സ്കാൻ ചെയ്യാനാകുന്ന പക്ഷേ 1 ഏക്കറോളം സ്ഥലം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്നതിനാൽ വിജയകരമായി ഈ സംവിധാനം അന്ന് ഉപയോഗിക്കാൻ കഴിയാതെ പോയി. മൈനിങ് ആൻഡ് ജിയോളജിയിലും ആർക്കിയോളജി വിഭാഗത്തിലുമായി ഗവേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് അന്ന് റിസർച്ച് സെന്ററിൽ നിന്ന് ആലപ്പുഴയിലെത്തിയത്. എന്നാൽ നിസാമുദ്ദീൻ കേസിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകം തീരുമാനിച്ച ഏരിയകൾ കേന്ദ്രീകരിച്ചാകും പള്ളിപ്പുറത്ത് അനുമതി ലഭിച്ചാലുള്ള പരിശോധന. പ്രധാനമായും സെബാസ്റ്റ്യന്റെ കിടപ്പുമുറിയിലെ ഗ്രാനൈറ്റ് പാകിയ ഫ്ലോർ, സെപ്റ്റിക് ടാങ്കുകൾ എന്നിവയുടെ പരിശോധനയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. മുഴുവൻ ടൈൽ പാകിയ വീട്ടിൽ ഈ കിടപ്പുമുറിയിൽ മാത്രമാണ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചുള്ള നിർമ്മാണം നടന്നിട്ടുള്ളത്. കത്തിച്ച നിലയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ പൂർണ്ണമല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ബാക്കി ഭാഗങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട 3 സ്ത്രീകളുടെ തിരോധാനമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയെങ്കിലും ദുരൂഹതകളുടെ കെട്ടഴിക്കാൻ കഴിയുമെന്നാണ് വിവിധ അന്വേഷണ സംഘങ്ങളുടെ പ്രതീക്ഷ.
ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. സംസ്ഥാനത്ത് ഇത്തവണ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല വലിയ പ്രതീക്ഷയിലാണ്. വല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇനിയൊരു ചാകരക്കോള്, അതാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് നിറയെ. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ അധികവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്നുള്ള കടലിലെ താപനില പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. ന്യൂസ് 18 കൊല്ലം. മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി മത്സ്യത്തൊഴിലാളികളുമായും വിദഗ്ധരുമായും ജനപ്രതിനിധികളുമായും ചർച്ച നടത്തിയാണ് അന്തിമ DPR തയ്യാറാക്കിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണാത്മക വികസനത്തിന്റെ ഉദാത്തമായ മാതൃകയായി മുതലപ്പുഴി തുറമുഖ പദ്ധതി മാറുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ മുതലപ്പുഴി മത്സ്യബന്ധന കേന്ദ്രത്തിന് വലിയ ഉണർവുണ്ടാകും. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷയും ഉറപ്പാകും. ജീവിതവും ജീവനോപാധിയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പഴയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് തോണി അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അസം സ്വദേശി അബ്ദുൾ ഇസ്ലാം എന്ന അലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രാവിലെ 8:45 ഓടെയായിരുന്നു അപകടം. പുതിയങ്ങാടിയിൽ നിന്നും നജാസ് എന്ന ഫൈബർ തോണിയിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വർണവും പണവും കവർന്ന സ്ത്രീ പിടിയിൽ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു നെടുമങ്ങാട് സ്വദേശി ശ്യാമള പിടിയിലായത്. പച്ചക്കറി വാങ്ങാൻ വന്ന കിള്ളി സ്വദേശി യഹിയയുടെ സ്വർണവും പണവും അടങ്ങിയ പേഴ്സാണ് മോഷ്ടിച്ചത്. പ്രതിയെ കാട്ടാക്കട കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജവഹർ നഗറിലെ കോടികളുടെ വീട് തട്ടിപ്പിലെ മുഖ്യപ്രതിയും കോൺഗ്രസ് നേതാവുമായ അനന്തപുരി മണികണ്ഠന്റെ മൊഴി പുറത്ത്. വ്യാജ ഇടപാടിലൂടെ വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകന് വേണ്ടിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് വെളിപ്പെടുത്തൽ. വ്യാജ പ്രമാണം നിർമ്മിച്ചതിൽ കുറ്റസമ്മതം നടത്തിയ മണികണ്ഠൻ ഉദ്യോഗ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിശദമായ തെളിവെടുപ്പിനായി മ്യൂസിയം പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ജവഹർ നഗറിലെ 1.5 കോടിയുടെ വീട് തട്ടിപ്പിൽ ബംഗളൂരുവിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. വ്യാജ പ്രമാണം ഉപയോഗിച്ച് വസ്തു കൈക്കലാക്കിയ ചന്ദ്രസേനന്റെ മരുമകൻ അനിൽ തമ്പിക്ക് വേണ്ടിയാണ് തട്ടിപ്പിന് കൂട്ടുനിന്നതെന്നാണ് മണികണ്ഠന്റെ മൊഴി. അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയായ ഡോറ അസറിയ ക്ലിപ്സിന്റെ ജവഹർ നഗറിലെ ആഡംബര വസ്തു തട്ടിയെടുക്കാൻ 2014 മുതൽ അനിൽ തമ്പി ശ്രമം തുടങ്ങിയതായാണ് മൊഴി. വ്യാജരേഖകൾ നിർമ്മിച്ച് വസ്തു തട്ടിയെടുക്കുന്നതിനായി 1,10 ലക്ഷം രൂപ അനിൽ തമ്പി അനന്തപുരി മണികണ്ഠന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകളും പോലീസ് വീണ്ടെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത മണികണ്ഠനെ വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനിടെ വസ്തുവിന്റെ യഥാർത്ഥാവകാശിയായ ഡോറയോട് രൂപസാദൃശ്യമുള്ള വസന്തയെ മണികണ്ഠന് പരിചയപ്പെടുത്തി നൽകിയ കല്ലയം സ്വദേശി സുനിൽ ബാബുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ധനനിശ്ചയ പ്രമാണത്തിൽ കള്ളസാക്ഷിയായി ഒപ്പിട്ടതും സുനിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വ്യാജ പ്രമാണം തയ്യാറാക്കി വിൽപ്പന നടത്തുന്നതിന് സഹായം ചെയ്തു നൽകിയ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം ഓഫർ ആരംഭിച്ചു. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ ഓണം ഓഫർ വൻ ഓണം പൊൻ ഓണം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം സ്കീമിന് കൊച്ചിയിൽ തുടക്കമായി. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ പദ്ധതി അവതരിപ്പിച്ചു.
പിട്ടാപ്പിള്ളി ഏജൻസീസ് ഈ ഓണക്കാലത്ത് റിയൽ ഓണം ക്യാമ്പയിനിലൂടെ മികച്ച ഓഫറുകളാണ് അവതരിപ്പിക്കുന്നത്. ഓണം ഓഫറിന്റെ ഭാഗമായി 2025 വിജയികളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഗൃഹോപകരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, റിസോർട്ട് വെക്കേഷനുകൾ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയവ വിജയികൾക്ക് സമ്മാനമായി നൽകും. ഇതിനു പുറമെ ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കസ്റ്റമേഴ്സിന് ക്യാഷ് ബാക്ക് ഓഫറുകളും പിട്ടാപ്പിള്ളി ഏജൻസീസ് ഒരുക്കിയിട്ടുണ്ട്. എന്നും വ്യത്യസ്തമായ ഓഫറുകളോടുകൂടിയാണ് പിട്ടാപ്പിള്ളി ഏജൻസി വരാറ്. അത് മറ്റുള്ളവർ എന്ത് ചെയ്തു നോക്കാതെ പിട്ടാപ്പിള്ളി തന്നെ ആദ്യമേ സ്കീം അനൗൺസ് ചെയ്യാൻ പതിവുണ്ട്. 2025 പിട്ടാപ്പിള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു വർഷമാണ്. ഞങ്ങൾ 35 വർഷം പൂർത്തിയാക്കി 36ാം വർഷത്തെ ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ 2025 കസ്റ്റമേഴ്സിന് നല്ല ആകർഷമായ സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ ഇടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ വേനൽക്കാല സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ വിജയികളെയും തെരഞ്ഞെടുത്തു. കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഓണം പർച്ചേസ് സാധ്യമാക്കാൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ EMI-യും 45,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഫൈനാൻസ് പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനങ്ങളുമുണ്ട്. 36 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന പിട്ടാപ്പിള്ളി ഗ്രൂപ്പിന് 84 ഷോറൂമുകളാണ് കേരളത്തിലുള്ളത്. ന്യൂസ് 18 കൊച്ചി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 1 വർഷം പിന്നിടുമ്പോൾ ദുരിതബാധിതർക്ക് കൈത്താങ്ങൊരുക്കി മലബാർ ഗ്രൂപ്പിന്റെ ഉയിർപ്പ് പദ്ധതി. ദുരന്തബാധിത മേഖലയിൽ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 1 വർഷത്തിനുള്ളിൽ 143 വിദ്യാർത്ഥികൾക്ക് സഹായം ലഭ്യമാക്കിയതായി മലബാർ ഗ്രൂപ്പ് MD MP അഹമ്മദ് അറിയിച്ചു. 3 കോടി രൂപയാണ് പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 81 ലക്ഷം രൂപ ഇതിനകം ചെലവഴിച്ചു. പദ്ധതിയിലൂടെ പഠനം പൂർത്തിയാക്കി ജോലി നേടിയവരുണ്ട്. മലബാർ ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് സംരംഭങ്ങളിലെ ജോലി ഒഴിവുകളിൽ ദുരന്തബാധിതർക്ക് മുൻഗണന നൽകുന്നതായും MP അഹമ്മദ് അറിയിച്ചു. 143 കുട്ടികളുള്ളത്. അവർ എല്ലാവർക്കും ഫസ്റ്റ് ഇയർ ഫീസും കാര്യമൊക്കെ കൊടുത്ത് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും 143 പേർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. 76 പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. ഏത് രീതിയിലും അവർക്ക് ജോലിയും എല്ലാ അവർക്ക് പുനരധിവാസത്തിന് സർക്കാർ വീടുണ്ടാക്കുന്നുണ്ട്. പലർക്കും 2 രക്ഷിതാക്കളും നഷ്ടപ്പെട്ടത് കുടുംബത്തിൽ ഇവർ മാത്രം ബാക്കിയായ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. റെഗുലർ നികുതിദായകർ ഫയൽ ചെയ്യേണ്ട 2025 ജൂലൈ മാസത്തിലെ GSTR 3B റിട്ടേൺ ഓട്ടോ പോപ്പുലേറ്റഡ് ആകുന്ന വിവരങ്ങൾ തിരുത്താൻ കഴിയുകയില്ല. നിലവിൽ GST 1A റിട്ടേൺ നൽകുന്ന വിവരങ്ങൾ ഓട്ടോ പോപ്പുലേറ്റഡായി GST 3Bയിലെത്തും. ജൂലൈ മാസത്തെ റിട്ടേൺ മുതൽ ഇത് ബാധകമായിരിക്കും. GSTR 3B ഫയൽ ചെയ്തതിനു മുൻപ് അതേ നികുതി കാലയളവിലേക്ക് GSTR 1A വഴി ഭേദഗതികൾ വരുത്തിക്കൊണ്ട് നികുതിദായകർക്ക് അവരുടെ ഓട്ടോ പോപ്പുലേറ്റഡ് ബാധ്യതയിൽ ഭേദഗതി വരുത്താൻ സാധിക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,170, പവന് 73,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,565, പവന് 60,520. വെള്ളി ഗ്രാമിന് 123, കിലോയ്ക്ക് 1,23,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പ്രൈം ഡിബേറ്റാണ്. മഞ്ജുഷ് ഗോപാൽ ചേരും.